അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചുവിന് അർച്ചനയോട് ചെറുതായിട്ടൊരു ദേഷ്യം തോന്നുകയാണ്. കാരണം JK ആയിട്ടുള്ള അടുപ്പം അവരെല്ലാവരും പറഞ്ഞല്ലോ. അതിനുശേഷം അർച്ചന ഓഫീസിലേക്ക് പോകുമ്പോൾ JK അർച്ചനയെ കാണുകയാണ് കേട്ടോ. താൻ എന്താ വിചാരിച്ചത്? തൻ്റെ അനിയൻ പോലീസുകാരനായപ്പോൾ തനിക്ക് എന്തും ചെയ്യാമെന്നൊരു ധാരണയുണ്ടോ? വീടൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അനിയനെ താൻ പറഞ്ഞയച്ചു. പക്ഷേ താനൊരു കാര്യം മനസ്സിലാക്കിക്കോ, ആ പോലീസുകാരനല്ല ആര് തന്നെ പറഞ്ഞെങ്കിലും ഞാൻ ആ വീട് ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എഗ്രിമെൻ്റ് പ്രകാരം 11 മാസം എനിക്ക് അവിടെ ഇരിക്കാനുള്ള അർഹതയുണ്ട്. അല്ല, ഞാൻ എന്ത് തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അല്ലാതെ ഒരിക്കലും ഞാൻ ഇറങ്ങില്ല. താൻ പോലീസുകാരനാണ് അനിയനെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വിട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല മേഡം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അർച്ചന പറയും, തനിക്ക് ഒരാഴ്ചത്തെയും കൂടി അവധി തരുന്നുണ്ട്. ആ ശനിയാഴ്ച എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ നിയമ നടപടിക്ക് എന്തായാലും ഒരുങ്ങും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം JK പറയുന്നുണ്ട്, താൻ തൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയുകയാണ്. പിന്നീട് അർച്ചന വീട്ടിലേക്ക് വരുമ്പോൾ മഞ്ജു ആകെ മൊത്തം രമ്യ ആകെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ. അതേസമയം മഞ്ജുവിനോട് അർച്ചന വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരാൾ വിഷമിച്ച് നിൽക്കുമ്പോൾ അതിൽ എരുതിയൊഴിൽ എണ്ണ ഒഴിച്ചിട്ട് ചെയ്യല്ല ചെയ്യേണ്ടത് നീ. അച്ചു എന്തായാലും ശരി മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ എന്തായാലും വരുമല്ലോ, ഒരിക്കലും ഞാൻ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നിങ്ങനെ മഞ്ജു വീമ്പിളക്കണം കേട്ടോ. അത് കാണുമ്പോൾ അർച്ചനയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. മുകുന്ദനും രമ്യയും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വകവയ്ക്കാതെയാണ് മഞ്ജു ഇങ്ങനെ ഒരു അവഹേളിക്കുന്ന തരത്തിലാണ് പറയുന്നത്. മുകുന്ദനെ എന്തായാലും അച്ചു വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഞാൻ എന്തായാലും ആരും ഇല്ലെങ്കിലും ശരി അച്ചുവിനെ ഒരിക്കലും ഇവിടുന്ന് മുകുന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വിടില്ല എന്നിങ്ങനെ വീരവാദം പറയുന്നു കേട്ടോ. അതേസമയം അർച്ചന മഞ്ജുവിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഈ സംസാരം ഈ വീട്ടിനകത്ത് പറ്റില്ല, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന വഴക്ക് പറയുമ്പോൾ മഞ്ജു ആകെ കരയാണ്. അയ്യോ, എൻ്റെ അനന്തേട്ടൻ ഇല്ലാതല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, നിൻ്റെ അനന്തേട്ടൻ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിലപ്പുറം നിനക്ക് കേൾക്കും എന്നിങ്ങനെ അർച്ചന മഞ്ജുവിനെ വഴക്ക് പറയുകയാണ് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?